കുറച്ചധികം കേക്ക്സുള്ള ഡേ ആയിരുന്നു കേട്ടോ. എല്ലാ കേക്ക്സും തലേന്ന് രാത്രി തന്നെ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കേക്ക് ഞാൻ ഫ്ലോറൽ ഡിസൈനിലാണ് ചെയ്തത്. അപ്പോൾ ആ കേക്കിലേക്ക് നെയിമും കൂടെ എഴുതാനുണ്ടായിരുന്നു. അപ്പം അതൊന്ന് സെറ്റാക്കുന്നുണ്ട്. കൂടെ രണ്ടാമത്തെ കേക്കിലേക്ക് വെക്കാനുള്ള റൈറ്റിങ്ങും കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് കേക്ക് ഒന്നിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കേക്ക് ½ kg ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ ചെയ്ത കേക്കാണ്. 60th ബർത്ത്ഡേൻ്റെ കേക്കായിരുന്നു കേട്ടോ. അത് പാലറ്റ് നൈഫ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ഫസ്റ്റ് രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം ഈ കേക്ക് രണ്ടും ഞാൻ പാക്കിങ്ങും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഇപ്പം ഡെലിവറി ചെയ്യാൻ ആൾ വരും. അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം പരിപാടി കഴിയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുനാഫ ബ്രൗണിക്ക് വേണ്ടിയിട്ടുള്ള കുനാഫയും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ന്യൂട്ടല്ല ഫെറോ റോഷറിൻ്റെ കേക്കും കൂടെ ഒന്ന് ക്രം കോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിസ്താഷ്യോ കുനാഫ ബ്രൗണി കട്ടൊക്കെ ചെയ്തിട്ട് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനും ഒക്കെ കഴിഞ്ഞ് അതും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ചെയ്ത് വെച്ച ന്യൂട്ടല്ല ഫെറോ റോഷറിൻ്റെ കേക്കിൻ്റെ ഡിസൈനും കൂടി ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഡ്രിപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മാക്രോൺസിൽ ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് നല്ല ക്യൂട്ടായി തോന്നിയപ്പം ന്യൂട്ടല്ല ഫെറോ റോഷറിൻ്റെ കേക്കിലേക്ക് അതൊന്ന് വെച്ചിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെയ്യാനുണ്ടായിരുന്ന ½ kg ചെയ്ത ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്കായിരുന്നു കേട്ടോ. ആ കേക്കും ഒന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡൊക്കെ കൊടുത്തിട്ട് ആ ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ചെയ്തത് 1 kg ചെയ്ത കപ്പ ഫ്ലേവറിൽ വരുന്ന കേക്കാണ് കേട്ടോ. അപ്പം ഈ കേക്കിനും ഡിസൈനൊന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് ആ കേക്കിൻ്റെ ലുക്കും കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ ചെയ്ത കേക്ക്സിൽ ഈ ഒരു കേക്കിന് മാത്രമേ കസ്റ്റമർ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒന്നിനും തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്ക് ആളൊരു ക്രിക്കറ്റ് ലവർ പ്ലസ് ഓർത്തോ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ ആ ഒരു തീമിൽ സെറ്റ് ചെയ്ത ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ചെയ്ത കേക്ക്സ്. അപ്പോൾ ഇതിലേത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.